ഓപ്പറേഷൻ സിന്ദൂർ അന്താരാഷ്ട്ര തലത്തിൽ വിശദീകരിക്കുന്ന നയതന്ത്ര ദൗത്യത്തിന് തുടക്കം. ഇന്ത്യ പാക് സംഘർഷം സംബന്ധിച്ച് ഇന്ത്യയുടെ നിലപാട് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുകയാണ് ലക്ഷ്യം. ജപ്പാനിലേക്കും UAE-യിലേക്കുമുള്ള സംഘങ്ങളാണ് ആദ്യം പുറപ്പെട്ടത്. റഷ്യയിലേക്കും അമേരിക്കയിലേക്കുമുള്ള സംഘങ്ങൾ അടുത്ത ദിവസങ്ങളിൽ യാത്ര തിരിക്കും. ഓപ്പറേഷൻ സിന്ദൂർ ലോകരാജ്യങ്ങളോട് വിശദീകരിക്കാനും പാകിസ്ഥാൻ ഭീകരതയെ സഹായിക്കുന്നത് തുറന്നുകാട്ടാനുമാണ് പാർലമെന്റ് അംഗങ്ങളെ കേന്ദ്ര സർക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്നത്. JDU MP സഞ്ജയ് ഝാ നേതൃത്വം നൽകുന്ന ജപ്പാനിലേക്കുള്ള സംഘമാണ് ആദ്യം യാത്ര പുറപ്പെട്ടത്. സൗത്ത് കൊറിയ, മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലും ഈ സംഘം സന്ദർശനം നടത്തും. CPIM MP ജോൺ ബ്രിട്ടാസും ഈ സംഘത്തിലുണ്ട്. ഞങ്ങളുടെ വിയോജിപ്പുകൾ കൃത്യമായിട്ട് എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ പഹൽഗാമിൽ തുടങ്ങിയിട്ടുള്ള അഭിപ്രായമുണ്ട്. അതായത് അവിടെ ഉണ്ടായിട്ടുള്ള സുരക്ഷാ വീഴ്ചകൾ, അതുപോലെ തന്നെ ഇന്റലിജൻസ് ഫെയിലിയേഴ്സ്, അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യൽ, നമ്മുടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യൽ, പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യൽ, പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം, പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന ഒരു സർവകക്ഷി യോഗം, ഇതൊക്കെ ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു വിശാലമായൊരു കോഴ്സിനെ കുറിച്ചുള്ള ഒരു ചർച്ച വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗവാക്കാകും. ശിവസേന MP ശ്രീകാന്ത് ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് UAE-യിലേക്ക് യാത്ര തിരിച്ചത്. ലൈബീരിയ, കോങ്കോ, സീറാലിയോൺ എന്നീ രാജ്യങ്ങളും സന്ദർശിക്കും. മുസ്ലിം ലീഗ് MP ET മുഹമ്മദ് ബഷീർ ഈ ടീമിലാണ് ഇടം നേടിയത്. DMK MP കനിമൊഴിയടങ്ങുന്ന സംഘം നാളെ പുലർച്ചെ റഷ്യയിലേക്ക് തിരിക്കും. കോൺഗ്രസ് MP ശശി തരൂരും BJP നേതാവ് രവിശങ്കർ പ്രസാദും നേതൃത്വം നൽകുന്ന സംഘങ്ങളും വരും ദിവസങ്ങളിൽ അമേരിക്കയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പുറപ്പെടും. ഏതൊക്കെ വിഷയങ്ങളിൽ ഊന്നിയാണ് സംസാരിക്കേണ്ടതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വിദേശ സന്ദർശനത്തിന് പോകുന്ന MP-മാരുമായി സംസാരിച്ചു. അതത് രാജ്യങ്ങളിലെ രാഷ്ട്രീയ നേതാക്കൾ, പ്രമുഖർ, പ്രവാസി പ്രതിനിധികൾ എന്നിവരുമായി MP-മാരുടെ സംഘം കൂടിക്കാഴ്ച നടത്തും. ഓരോ ദിവസത്തെയും സാഹചര്യം മാധ്യമങ്ങളെ കണ്ട് വിശദീകരിക്കും. വിനീത VG, 24, ഡൽഹി.